ഹലോ ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. ഒത്തിരി നാളായില്ല നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട്. അപ്പം ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ആരാ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള കിച്ചൺ മംസ് റെസിപ്പിയിലത്തെ ശോഭയാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആരുടെ മേക്കപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രജിഷ വിജയൻ്റെ മേക്കപ്പാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ ഒരു ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. അതുപോലത്തെ ഡ്രസ്സൊന്നും നമ്മുടെ കയ്യിലില്ല, എങ്കിലും ഫേസ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതൊരു ഒരു നോർമലായിട്ടുള്ളൊരു ലുക്കാണ്. ഒത്തിരി ഹെവി മേക്കപ്പ് ഒന്നും കൊടുത്തിട്ടില്ല, അങ്ങനെ ഹൈലൈറ്ററും അതും ഇതൊന്നും കൊടുത്തിട്ടില്ല അതിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത്രയുള്ള മേക്കപ്പ്. ഓക്കെ, അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്ലെൻസ് ചെയ്തു അതിന് ശേഷം നമ്മൾ ടോണർ യൂസ് ചെയ്യണം. എന്ന് നമുക്കറിയാമല്ലോ, മിനിസോൻ്റെ ടോണറാണ്. അടിപൊളി ടോണറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടൊരു 3-4 മാസമായി തോന്നുന്നു. കുറച്ച് 700 സംതിങ് ആണ് എൻ്റെ റേറ്റ്. ബട്ട് ഇപ്പോഴും സ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. നമ്മൾ ഫസ്റ്റ് മേക്കപ്പ് ചെയ്യുമ്പോൾ അറിയാമല്ലോ അല്ലേ, ക്ലെൻസ് ചെയ്ത് നന്നായിട്ട് അതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം ഫേസ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു നോർമൽ ക്ലെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു നാച്ചുറൽ ഒരു ക്ലെൻസറാണ്. ഞാൻ നാളെ അടുത്ത വീഡിയോയിലെല്ലാം കാണിച്ചത് എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത്. പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ കിട്ടും ആ ക്ലെൻസറും കൊണ്ട്. ഇത്രയും അഴുക്കുണ്ട്. അടുത്തത് അറിയാം, കുറച്ചൊന്ന് ഡ്രൈ ആവണം. കാരണം ഫുള്ള് വെള്ളമല്ല, ഒന്ന് പോർസിൻ്റെ അകത്തെല്ലാം പോയിട്ടൊന്ന് സെറ്റ് ആവണം. അടുത്തത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. ആയുർവേദയുടെ മോയ്സ്ചറൈസറാണ്. ഞാൻ നല്ലൊരു ഹോട്ടലിൽ പോയപ്പോൾ അവിടെ കോംപ്ലിമെൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് എങ്ങനെയുണ്ട്. പക്ഷേ അടിപൊളി സംഭവം കേട്ടോ. അത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒന്ന് വാങ്ങിക്കണം എന്നുണ്ട്. എനിക്ക് അറിയാമല്ലോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞു 2 മിനിറ്റ് അത് ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ശേഷം ഞാൻ പ്രൈമർ ഒത്തിരി അടിപൊളി സംഭവമൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ആൽമണ്ട് ഓയിലില്ലേ, അത് ജസ്റ്റ് ഒരു 2 ഡ്രോപ്പ് ജസ്റ്റ് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടി ഞാൻ അതാണ് അപ്ലൈ ചെയ്യുന്നത്, ഒരു പ്രൈമറായിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സെറ്റ് ആവട്ടെ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഞാൻ സിമ്പിളായിട്ടുള്ള കുറേ പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ 2 ഡ്രോപ്പ് നന്നായിട്ട് വാം ചെയ്യാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് സെറ്റ് ആവട്ടെ, ഒന്ന് പോർസിൻ്റെ അകത്തൊക്കെ ഒന്ന് പോയി ഒന്ന് ഫില്ലായി ഒന്ന് സൂപ്പർ ആവട്ടെ. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ. ഇതുപോലെ ഓയിലെല്ലാം ഒരു പ്രൈമർ പോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ. 2 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം തന്നെ അവിടെയൊക്കെ ഒരു ഗ്ലോ കിട്ടുന്നില്ലേ, കണ്ടോ ഗ്ലോ വരുന്നില്ല. ഇങ്ങനെ ചിരിക്കുമ്പോഴൊക്കെ കണ്ടില്ല, അത് കണ്ടോ അവിടെയൊക്കെ ലൈറ്റ് നമ്മുടെ മുഖത്തടിക്കുമ്പോൾ ഈ ഇങ്ങനെ ഹയർ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് ഷൈനായി കിട്ടും കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതൊക്കെ ഒരു ചെറിയ ടിപ്സാണ്. അടുത്ത നമുക്ക് ഞാൻ സിമ്പിളായിട്ടുള്ള കുറേ പ്രോഡക്റ്റ്സ് ആട്ടോ യൂസ് ചെയ്യുന്നത്. ഒത്തിരി വലിയ സംഭവം പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ആദ്യം ഒരു CC ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ അറിയാലോ ലാക്മേയുടെ CC ക്രീം നല്ലതാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നല്ലൊരു പ്രോഡക്റ്റാണ്. ജസ്റ്റ് അത് ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് തന്നെ വെച്ചിട്ടാണ് ഞാൻ എന്താ പറയുക, കൺസീലറും ഒക്കെ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒത്തിരി ഒന്നും വേറെ പ്രോഡക്ട്സും ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കൈ കൊണ്ടോ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് സെറ്റ് ആവട്ടെ. നമുക്ക് ഐബ്രോ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഐബ്രോന് ഞാൻ നമ്മുടെ യൂഷ്വൽ തിങ് തന്നെ നൈക്കയുടെ ഇതേ പ്രോഡക്റ്റ്, ഇതേ ഐ പാലറ്റാണ്. അതിലത്തെ ഒരു ആഷ് കളറുണ്ട്. നല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ, നല്ലൊരു ഫിനിഷ് അതിൽ തരുന്നത് ശരിക്കും. അപ്പോൾ അതിൽ രജിഷയുടെ പിരികം കുറച്ചിങ്ങനെ ഒരു ആർച്ച് പോലെ അങ്ങനെ നല്ലൊരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ കേട്ടോ. ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെയുള്ളത് നമുക്കതുപോലെ ചെയ്യാം.
ഇതുപോലെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമുക്ക് അങ്ങനെ ഒരു മിഡിൽ നിന്നൊരു 3/4 നമ്മൾ അപ്ലൈ ചെയ്ത് വരണം. എന്നിട്ട് ബാക്കിയുള്ളതും കൊണ്ട് വേണം ഫ്രണ്ട് പോർഷൻ നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ. ഈ ഫുൾ അങ്ങ് ഡാർക്കായിട്ട് അങ്ങനെ തോന്നും കേട്ടോ. എന്നിട്ട് നല്ലൊരു ബ്രഷ് വെച്ച് ഇതുപോലെ നന്നായിട്ട് നമ്മളങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കുക സ്പൂളി കൊണ്ട് കേട്ടോ. അപ്പോൾ ഇതും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് ഈ മേക്കപ്പ് മാത്രം ഒന്ന് ചെയ്യാം. അപ്പോൾ കുറച്ച് ഗ്രീസി ആയിട്ടല്ലേ ഇരിക്കുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് ഫസ്റ്റ് ഒരു കോമ്പാക്ട് പൗഡർ വെച്ച് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ലാക്മേയുടെ ആബ്സലൂട്ടിൻ്റെ ഒരു എന്താ പറയുക കോമ്പാക്റ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നന്നായി ഇതുപോലെ തന്നെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു പാലറ്റാണ് ഉണ്ട്. അത് ട്രാൻസിഷൻ ഷെയ്ഡ് വെച്ച് തന്നെ ഞാൻ ട്രാൻസിഷൻ കൊടുക്കുന്നത്. പിന്നെ ക്രീസ് ഒരു കളറുണ്ട്, അത് വെച്ചിട്ട് ക്രീസും കൊടുക്കുന്നത് കേട്ടോ. അത് ഐലിഡിൻ്റെ കളറാണ്, പക്ഷേ ഞാൻ ക്രീസായിട്ട് കൊടുക്കുക. ഇതൊരു നൈക്കയുടെ ഒരു പാലറ്റ് ഉണ്ടായിരുന്നില്ല, ആ സെയിം ആഷ് വെച്ചിട്ട് തന്നെ ഞാൻ ലിഡ് മാത്രം ചുമ്മാ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ റെവ്ലോണിൻ്റെ ഒരു കോൾ കാജലില്ലേ, അത് വെച്ച് ജസ്റ്റ് ഒരു ലൈൻ കൊടുത്ത് അത് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു വരച്ചിട്ടും ഇല്ല എന്നാൽ വരച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ തന്നെ കണ്ടില്ല, ഇങ്ങനെ ആ റെവ്ലോണിൻ്റെ ഒരു കോൾ കാജലാണ്, നല്ലൊരു കാജലാണ്, ഒത്തിരി നേരം നിൽക്കില്ല, ബട്ട് നല്ല ഓക്കെയാണ്. ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കളർ ബാറിൻ്റെ ഒരു മസ്കാര വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒത്തിരി അങ്ങ് അതിൽ ഭയങ്കര ഐലാഷ് വെച്ച പോലെയും തോന്നില്ല. അത് കാരണമാണ് ഞാനും സിമ്പിളായിട്ട് അതങ്ങ് ചെയ്യുന്നത്. കളർ ബാറിൻ്റെ ഒരു മസ്കാരയാണ്, കുഴപ്പമൊന്നുമില്ല, വാട്ടർ പ്രൂഫ് ഒന്നുമല്ല, നല്ല നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നോസൊക്കെ ഒന്ന് കോണ്ടൂർ ചെയ്യണം. നമ്മുടെ ലാക്മേയുടെ ഒരു പാലറ്റിൽ ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എന്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. ഇത് വെച്ച് നോസും പിന്നെ ഒന്ന് കോണ്ടൂർ ചെയ്തു. പിന്നെ ചീക്ക് ബോണ്, പിന്നെ ജോ ബോൺ, പിന്നെ ടെമ്പിൾ ഏരിയ, അതൊക്കെ കുറച്ച് വൈഡായിട്ടുള്ള ഒന്ന് തിന്നാക്കാൻ വേണ്ടി ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലത്തെ പാലറ്റ് തന്നെ വെച്ച് ബ്ലഷും ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ മെഗാഗ്ലോ എന്ന് പറഞ്ഞിട്ടൊരു കോണ്ടൂർ പാലറ്റ് ഉണ്ട്, അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക, നോസ് ബ്രിഡ്ജും പിന്നെ അണ്ടർ ഐയും, അത്ര മാത്രമേ ഉള്ളൂ. അതിന് ശേഷം സെയിം കോണ്ടൂർ വെച്ചിട്ട് തന്നെ ഞാൻ ക്യൂപ്പിഡ്സ് ബോൺ ജസ്റ്റ് ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഒന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു ഷിമറി ഷെയ്ഡ് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു റെഡ് ലിപ്പ് ലൈനർ കൊണ്ട് ഞാൻ ലിപ്പ് ലൈൻ ചെയ്യുന്നുണ്ട്. കുറച്ച് ചെറുതാണ് പുള്ളിക്കാരിയുടെ ലിപ്സ്, അപ്പോൾ അത് കയറുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതാക്കി. എന്നിട്ട് അതിന് ശേഷം ഞാൻ ഇത് വെസ്റ്റ് ലൈഫ് തോന്നുന്നു, അത് അവിടുത്തെ ഒരു ബ്രാൻഡിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്, നല്ലൊരു കളറാട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിയോണെന്നോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നുണ്ട് എൻ്റെ പേര്. അപ്പോൾ ഞാൻ കമ്മലൊക്കെ ഇട്ടു, അതുപോലത്തെ ഒരു കമ്മലൊക്കെ ഉണ്ട്. ജസ്റ്റ് മുടിയൊക്കെ ഇങ്ങനെ വെറുതെ ഇട്ടിട്ടായിരുന്നു, നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഫൈനൽ ലുക്ക്. എന്തോ സംതിങ് ഇത് സിമ്പിൾ ഒരു ലുക്കാണ് കേട്ടോ, ഒത്തിരി വലിയ സംഭവം ഒന്നുമല്ല. നമുക്ക് ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ലുക്കാണ്, ഒരു മേക്കപ്പാണ് കേട്ടോ. ഒരു സിമ്പിളായിട്ടുള്ള, ഒത്തിരി ഭയങ്കര വൈബ്രൻ്റ് കളേഴ്സൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട്. ഓക്കെ, നോസ് കോണ്ടോർ അതൊന്നും ആവശ്യമില്ല, ജസ്റ്റ് അതുപോലെ ചെയ്യുക. ഒന്ന് കണ്ണ് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് കൊടുക്കുക, ഒത്തിരി ഡാർക്കിലാണ്. ഞാൻ സൺലൈറ്റിലാണ് നിൽക്കുന്നത്, അത്രയ്ക്കൊന്നും എടുത്ത് കാണില്ല. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി നോക്കുക, ഓക്കെ എങ്ങനെയുണ്ട് ആ മേക്കപ്പ് എന്നില്ലെങ്കിൽ ഭയങ്കര ഇതായിരിക്കും, ബോറായിരിക്കും. നമ്മൾ പുറത്തിറങ്ങുക, റൂമിൻ്റെ അകത്തെ ലൈറ്റ് വേറെ, പുറത്ത് വരുമ്പോൾ ലൈറ്റ് വേറെ. അപ്പോൾ അത് കാരണം ഇതിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് ഞാൻ ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ നിന്ന് ഡാർക്ക് കുറച്ച് ഇരുട്ടല്ല, അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതലങ്ങ് ഇടും, പിന്നെ പുറത്ത് വരുമ്പോഴായിരിക്കും അത് ഭയങ്കര കോമഡി ആവില്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കരുതുന്നു. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെൽ കാണും, അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 3 ഓപ്ഷൻസ് കാണും അല്ലേ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം കേട്ടോ, അപ്പോഴേ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.